സ്പോട്ട് ലൈവ് ഇനി കടക്കുന്നത് മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്കാണ്. എല്ലാവരെയും ഞെട്ടിച്ചതാണ് എറണാകുളം തിരുവാങ്കുളത്തെ ഒരു +2 വിദ്യാർത്ഥിനിയുടെ മരണം. സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥിനിയെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ചില കണ്ടെത്തലുകളാണ് ഈ കേസിൽ, ഈ സംഭവത്തിൽ ഏറ്റവും പുതിയതായി നിർണായകമാവുന്നത്, ഏറെ ഗൗരവമുള്ള ചർച്ചകൾക്ക് ഇടവയ്ക്കുന്നത്. ഈ 16-കാരിയുടെ ആത്മഹത്യ കൊറിയൻ യുവാവിൻ്റെ മരണത്തിൽ മനം നൊന്ത് എന്ന പുതിയ കണ്ടെത്തലാണ് പുറത്തുവരുന്നത്. തിരുവാങ്കുളത്ത് പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സ്വദേശിയായ തൻ്റെ സുഹൃത്ത് മരിച്ചെന്ന വിവരം ലഭിച്ചെന്നും ഇതിൻ്റെ വിഷമം സഹിക്കാൻ കഴിയില്ലെന്നുമാണ് കത്തിൽ പറയുന്നത്. എന്തായാലും ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്ക് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള കൊറിയൻ സ്വദേശിയായ ഒരു സുഹൃത്ത്, ഇയാളുടെ മരണം തന്നെ മാനസികമായി വേദനിപ്പിക്കുന്നു, അതിൽ താൻ മരണപ്പെടുന്നു. ഇതാണോ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്? എങ്ങനെ ഈ കൊറിയൻ യുവാവ് കടന്നു വരുന്നു, ഇയാളുമായുള്ള പരിചയം എങ്ങനെ ഉണ്ടാവുന്നു, ഇതിലേക്ക് കൂടി അന്വേഷണം കടന്നു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും സജിത്ത്, കാരണം പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ ജനുവരി 16-ന് തൻ്റെ സുഹൃത്തായ കൊറിയൻ സ്വദേശി മരിച്ചു, ആ വിവരം അറിഞ്ഞതിൻ്റെ മനോവിഷമം തനിക്ക് താങ്ങാനാകുന്നില്ല, അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ്. പെൺകുട്ടി രാവിലെ ട്യൂഷന് പോയ ശേഷം സ്കൂളിലേക്ക് പോകുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് രാവിലെ ട്യൂഷന് പോയിരുന്നു, അതേസമയം സ്കൂളിൽ എത്തിയിരുന്നില്ല എന്നുള്ള വിവരവും പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ പാറമടയ്ക്ക് അടുത്തായിട്ട് ഒരു ബാഗ് കണ്ടെത്തുകയും ആ ബാഗ് സ്കൂൾ ബാഗാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആളുകൾ ഈ പാറമടയിലെ വെള്ളത്തിൽ തിരയുകയും ചെയ്തതോടുകൂടിയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഏതാണ്ട് 400 മീറ്ററോളം അടിത്താഴ്ചയുണ്ട് പാറമടയ്ക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും പെൺകുട്ടിയുടെ ബാഗിൽ നിന്നുമാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ താനൊരു കൊറിയൻ സ്വദേശിയെ പരിചയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ തനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കൊറിയൻ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് തൻ്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ജീവൻ ഒടുക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ഈ ഫോണുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇത്തരം ഈ ഐഡിയുമായി ബന്ധപ്പെട്ട, അതായത് ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ അതൊരു ഫേക്ക് ഐ ഡി ആണോ, അതല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം നിലവിലുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടും കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമുമായി ബന്ധപ്പെട്ടും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എങ്ങനെ ആയിരുന്നു, അതല്ലെങ്കിൽ അത്തരം ഇടപെടലുകളെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത്, എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ കൊറിയൻ തരംഗം കേരളത്തിലേക്കും വരുന്നു. പ്രത്യേകിച്ച് ഈ ജെൻസി തലമുറയിൽ ഇതൊരു വലിയ വികാരമാകുന്നു, വലിയ തരംഗമാകുന്നു എന്ന സാഹചര്യമുണ്ട്. മുമ്പും ഇത് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തു പോയതാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ മരണകാരണം ഇതെങ്കിൽ ഏറെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണല്ലോ. എങ്ങനെയാണ് ഈ കൊറിയൻ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്? ഒപ്പം തന്നെ കൊറിയയിലെ സിനിമാ താരങ്ങൾക്കടക്കം നമുക്കിവിടെ കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ ഒരു കടന്നുവരവോടുകൂടി ഇത് ഒരു പുതിയ തരംഗത്തിന്, പുതിയ തലത്തിലേക്ക് കൂടി കടന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഏറെ ഗൗരവമുള്ള നമ്മുടെ സമൂഹ പശ്ചാത്തലത്തിൽ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടി ഇതിൽ ഉണ്ടാവുന്നില്ലേ? തീർച്ചയായിട്ടും സജിത്ത്, 2012-ലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഈ ഗന്നം സ്റ്റാർ എന്ന് പറയുന്ന ആൽബത്തിൻ്റെയോട് കൂടിയാണ് കൊറിയൻ ഒരു ഇൻഫ്ലുവൻസ് കടന്നു വന്നത്. പക്ഷെ അത് അധികകാലം ആ ഒരു സോങ്ങോട് കൂടി, അല്ല ആ ആൽബത്തോട് കൂടി നിന്നെങ്കിൽ പിന്നീട് BTS ബാൻഡ് വരുന്നു, അതുപോലെ ബ്ലാക്ക് പിങ്ക് ബാൻഡ് വരുന്നു. അങ്ങനെ തുടങ്ങിയ ചില ബാൻഡുകൾ ഈ കൊറിയക്കാരായ ആളുകളുടെ സൗന്ദര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ജൻസിയെ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ കൗമാരക്കാരുടെ എല്ലാം ട്രെൻഡ് എന്ന് പറയുന്നത് BTS ബാൻഡും ജങ്കൂക്കും ഒക്കെയാണ്. ആ ജങ്കൂക്കിൻ്റെ ഹെയർ സ്റ്റൈൽ, അതല്ലെങ്കിൽ ജങ്കൂക്കിനെ പോലെ ലുക്കുള്ള ആൾ, BTS ബാൻഡിൻ്റെ പ്രോഗ്രാമുകൾ കാണുക, അതല്ലെങ്കിൽ കൊറിയൻ ഡ്രാമകൾ കാണുക, അതുപോലെ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ OTTയിൽ അവൈലബിൾ ആയിട്ടുള്ള കൊറിയൻ ഡ്രാമകൾ കാണുക, കൊറിയൻ ഭക്ഷണം, അതിൻ്റെ ഒരു ട്രെൻഡ് എന്നൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പല റെസ്റ്റോറൻറ്റുകളിലായി കൊറിയൻ ഭക്ഷണത്തിന് വലിയ
വ്യാപകമായി കൊറിയൻ ഭക്ഷണം വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ കുറേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറിയൻ ഭക്ഷണം അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ K-beauty, കൊറിയൻ ബ്യൂട്ടി സീക്രട്ടുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അതുപോലെ അത്തരം കൊറിയൻ സൗന്ദര്യ രഹസ്യങ്ങളൊക്കെ യൂട്യൂബ് അല്ലെങ്കിൽ റീൽസ് ആക്കുമ്പോഴൊക്കെ അതിനൊക്കെ വലിയ റീച്ച് കിട്ടുക. അങ്ങനെ കൊറിയക്കാരോടുള്ളൊരു ഭ്രമം ഈ ജെൻസിയുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് നേരത്തെ കല്ലമ്പലത്ത് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. അതായത് ഈ ജങ്കൂക്കിൻ്റെ ബാൻഡുമായി BTS ആർമി ബാൻഡുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അതായത് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു സാഹചര്യം കൂടി, അതിനോടുള്ള ഭ്രമം മൂത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ഈ തിരുവാങ്കുളത്തെ പെൺകുട്ടിയും കൊറിയക്കാരനുമായുള്ള ബന്ധത്തെ തുടർന്ന് അല്ലെങ്കിൽ കൊറിയക്കാരനുമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ആ റിലേഷൻഷിപ്പ് തകർന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന മെസ്സേജ് ലഭിക്കുകയും അതിൽ മാനസികമായി തകർന്ന് പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ കൗമാരക്കാരുടെ ഇടയിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു പഠന വിധേയമാക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായി കൂടുന്നു, ഇവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ ഇവർ തിരഞ്ഞെടുക്കുന്ന സ്പൗസിൻ്റെയും പാർട്ട്ണറിൻ്റെയും ഒക്കെ സങ്കല്പങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊറിയക്കാരനാണ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് അയാളുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ഇത്തരം അനാരോഗ്യകരമായുള്ള മേഖലകളിലേക്കും രീതിയിലേക്കും കുട്ടികൾ കടന്നുപോയോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് കൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കല്ലമ്പലത്തും ഇത്തരമൊരു ആത്മഹത്യ നടന്നതായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ നടക്കുന്നു. അതല്ലെങ്കിൽ ഇവരുടെ മാനസിക ആരോഗ്യം എത്രത്തോളമുണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണമെന്നുള്ള കാര്യം കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നതെന്ന് വേണം. എന്തായാലും ഈ കൊറിയക്കാരനായ സുഹൃത്ത് മരിച്ചു എന്നുള്ള കാര്യം ലഭിച്ച ശേഷമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൽ കൂടുതൽ പരിശോധന പോലീസിന് ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ എത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന ID ഫേക്ക് ആണോ, അതല്ലെങ്കിൽ ഈ കൊറിയൻ സുഹൃത്തിൻ്റെ ID ഫേക്ക് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരാണ്ട് അത്തരം അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസും സൈബർ വിങ്ങും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, എന്തായാലും പുതിയ തലമുറയുടെ കൊറിയൻ സ്നേഹം, കൊറിയൻ പ്രേമം, കൊറിയൻ അനുകരണങ്ങൾ ഇതിന് ഇടവെച്ചിട്ടുണ്ടോ എന്ന ഗൗരവമായ പരിശോധന കൂടിയാണ് വേണ്ടിവരുന്നത്. തിരുവാങ്കുളത്തെ 16-കാരിയുടെ മരണം ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.